എല്ലാവരും ആ ഒരു രീതിയിലോട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഷോപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലെ സ്റ്റാഫ് വഴി അത്ഭുതം കാണും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ആൾക്കാർ എന്നോട് ഡൗട്ടുകൾ ചോദിച്ചിരുന്നു. അതിനെ ഒന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്റ്റാഫിനെ നമ്മുടെ കൂട്ടത്തിൽ ജോലിക്ക് എടുക്കുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന 5 കാര്യങ്ങൾ ഒന്ന് പറയാം. ഒന്ന്, നമ്മളൊരു സ്റ്റാഫിനെ എടുക്കുമ്പോൾ ആൾ നിർബന്ധമായിട്ട് ഞങ്ങളോട് ചോദിക്കും, എനിക്ക് എന്ത് ശമ്പളം തരും? അപ്പോൾ നമ്മളൊരു ശമ്പളം പറയും. നമ്മൾ പറയുന്ന ശമ്പളവും അയാൾക്ക് ആ ശമ്പളം തന്നെയാണ് ഓക്കെ എങ്കിൽ അവിടെ എന്തായി, നമ്മുടെ കൂട്ടത്തിൽ ആ വ്യക്തി ജോയിൻ ചെയ്തു. നമ്മൾ രണ്ടാമത് അവരെ പഠിപ്പിക്കുന്നത് എന്താണ് നിങ്ങൾ ചെയ്തു തരേണ്ടതെന്ന് പറയുന്ന വർക്ക് പ്രൊഫൈലാണ്. നമ്മളൊരു വർക്ക് പ്രൊഫൈൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. വർക്ക് പ്രൊഫൈൽ കൊടുക്കുക എന്ന് പറയുന്നത് കൊടുത്തിട്ട് വിടുകയല്ല ചെയ്യുന്നത്, നമ്മൾ അതിന് ട്രെയിനിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കും. ട്രെയിനിങ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ വ്യക്തി നമ്മൾ ഉദ്ദേശിച്ച ഒരു പോസ്റ്റിലോട്ട് ആൾ ഓക്കെയാണ് എങ്കിൽ നമ്മൾ പിന്നീട് കൊടുക്കുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ വ്യക്തിയോട് ആ സ്റ്റാഫ് ചെയ്യുന്ന ജോലിയിൽ അവന് ഏതൊക്കെ രൂപത്തിൽ ഇൻസെൻറ്റീവ്സുകൾ കിട്ടുമെന്നുള്ളൊരു കാര്യമാണ്. ഞങ്ങളുടെ ഷോപ്പിലൊക്കെ എത്ര ടൈപ്പ് ഓഫ് ഇൻസെൻറ്റീവ്സ് ഉണ്ടെന്നും അതെങ്ങനെയൊക്കെ ആ വ്യക്തിക്ക് കിട്ടുമെന്നുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിക്കും. നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് ഓരോ ദിവസവും ആ വ്യക്തി എത്ര ഇൻസെൻറ്റീവ്സ് വാങ്ങി എന്ന് മോണിറ്റർ ചെയ്യാറുണ്ട്. അത് നിർബന്ധമായിട്ട് ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മളിങ്ങനെ ഡെയിലി നമ്മുടെ സ്റ്റാഫിൻ്റെ ഇൻസെൻറ്റീവ്സ് നമ്മൾ മോണിറ്റർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ സ്റ്റാഫിൻ്റെ പെർഫോമൻസ് ഗുഡാണ് അല്ലെങ്കിൽ ബെസ്റ്റാണ് അല്ലെങ്കിൽ മോശമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഇൻസെൻറ്റീവ്സ് എത്ര കൂടി വരുന്നുണ്ടോ അന്നേരം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, മാനേജ്മെൻറ്റ് മനസ്സിലാവുന്ന ഒരു കാര്യം, ആളൊരു ടീം പ്ലെയറാണ്. എപ്പോഴും വരുമാനം കൂടി കിട്ടുന്ന സ്റ്റാഫ് എപ്പോഴും ടീമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും. അതായത് എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് ഒരേ മൈൻഡോടുകൂടി ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടീം ലീഡർ ആയിരിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കാറുണ്ട്. ഈ ടീം ലീഡർ കുറച്ചുകൂടെ കഴിയുമ്പം അതൊരു ഓണർഷിപ്പ് മെൻറ്റാലിറ്റി ഉള്ളൊരു സ്റ്റാഫായി മാറുന്നതായിട്ടും കാണാറുണ്ട്. ഇങ്ങനെ ഒരു 5 ഘട്ടങ്ങളാണ് നമ്മൾ ഒരു സ്റ്റാഫിനെ എടുക്കുമ്പം നോക്കുന്ന കാര്യങ്ങൾ. എല്ലാവരും ആ ഒരു രീതിയിലോട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഷോപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലെ സ്റ്റാഫ് വഴി അത്ഭുതം കാണും എന്നാണ് എനിക്ക് പറയാനുള്ളത്.